ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? എന്തിൻ്റെ വിശേഷം? ഞങ്ങളിവിടെ സുഖമായിരിക്കണേ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഒരു സമയം ഒരു 5:15 ആയിട്ടുണ്ടാവും. ഞാൻ വിചാരിച്ച എന്തായാലും വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒന്ന് പോയി എങ്ങനെയാണ് കാര്യങ്ങളെന്ന് നോക്കിയിട്ട് വന്നിട്ട് കിച്ചണിൽ കയറാമെന്ന് പറഞ്ഞിട്ടാണ്. എനിക്കിങ്ങനെ ഒരു ശീലമുള്ളതാട്ടോ. ചെറുപ്പത്തിലേ ഞാൻ ഇങ്ങനെയാണ് ശീലിച്ചത്. ഒന്ന് രാവിലെ എണീറ്റ് ആദ്യം പോയിന്ന് ഫ്രണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയണം. അതായത് വീടിൻ്റെ ചുറ്റുഭാഗം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയണം. അപ്പോൾ നമ്മൾ മഴയൊക്കെ ആണെങ്കിലും അങ്ങനെയല്ലേ, വീടിൻ്റെ ഫ്രണ്ടിൽ എന്താണ് ആദ്യം സംഭവിച്ചതെന്ന് അറിഞ്ഞിട്ടല്ലേ അകത്തോട്ട് പോവുള്ളൂ. അപ്പോൾ എനിക്ക് അത് എല്ലാ സമയത്തും എനിക്ക് അങ്ങനെ കേട്ടോ. ഇപ്പോൾ ഇവിടെ മഞ്ഞായാലും എങ്ങനെയാണെന്ന് അറിയാണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പുറത്തോട്ട് വന്നത് അറിയാണ്ട് ഒന്നും അനുഭവിക്കാതെ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പുറത്തോട്ടൊക്കെ വന്ന് നിൽക്കുവാണേ. ഞാൻ കുറേ നേരം കൊണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതാണേ. അപ്പോൾ ഇനി പോയിട്ടൊന്ന് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ കിച്ചണിൽ കയറിയിട്ടില്ല. കിച്ചണിൽ കയറുന്നതിന് മുമ്പ് ഞാനൊന്ന് ആദ്യം പുറത്തോട്ടൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തോട്ട് വന്നതാണ്. ഇനി പെട്ടെന്ന് പോയി കിച്ചണിൽ പോയി എന്തെങ്കിലും ഭക്ഷണവും കാര്യമൊക്കെ ഉണ്ടാക്കണം. സൂര്യനൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. കുട്ടിയായിട്ടിനൊക്കെ നല്ല ഉറക്കമാണ്. ഇനിയിപ്പോൾ അവരെ എണീക്കുന്നതിനുള്ളിൽ എനിക്ക് പെട്ടെന്ന് പണിയൊക്കെ ചെയ്ത് തീർക്കണം. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പൂരിയും അതുപോലെ കടലക്കറിയായിട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതിന് മുന്നേ ചായ വെക്കാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ്. പാലൊക്കെ എടുത്ത് നേരത്തെ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ നല്ല ഫ്രഷ് പാല് മേടിക്കാൻ കിട്ടും കേട്ടോ. നമ്മുടെ ക്വാർട്ടേഴ്സിനകത്ത് എന്ന് വെച്ചാൽ നമ്മളിരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഏറ്റവും കുറവ് പാല് മേടിക്കുന്നത് ഞാനാണ്. കാരണം ഇവിടെ ബാക്കിയുള്ള നോർത്ത് ഇന്ത്യക്കാരെല്ലാവരും ഇല്ലേ ഒരു 3 ലിറ്റർ പാല് വെച്ചെങ്കിലും മേടിക്കാറുണ്ട്. അവർ നല്ലപോലെ പാല് കുടിക്കുകയും ചെയ്യുമെന്ന് വെച്ചാൽ അവർക്ക് 3 നേരവും പാലുണ്ടെങ്കിലേ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ. നമുക്ക് പാലിൻ്റെ പ്രൊഡക്റ്റ് ഇല്ലെങ്കിലും നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? ഇവർക്ക് പാലിൻ്റെ മിഠായി അതുപോലെ നെയ്യ് ഇതെല്ലാം അവർ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതുപോലെ നോർത്ത് ഇന്ത്യക്കാരൊക്കെ ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോഴില്ലേ അതിൻ്റെ കൂടെ അവർ തൈരൊക്കെ കഴിക്കുവേ. ഞാനും അവിടുത്തെ ഹിന്ദിക്കാരുടെ കൂടെ കൂടിയിട്ട് നെയ്യൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഈ നെയ്യൊക്കെ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല, സിമ്പിളാണ്. നമ്മളിതുപോലെ പാലൊക്കെ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ പാട വരുന്നത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിനകത്ത് കളക്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ട് ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ എവിടെ വെച്ചിട്ട് നല്ലപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആകുന്ന സമയത്ത് അതെടുത്ത് ഉരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നാടൻ നെയ്യ് കിട്ടുകയും എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ഹോം മെയ്ഡായിട്ട് നെയ്യ് ഉണ്ടാക്കാൻ പറ്റുമേ. അപ്പം ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അങ്ങനെ നെയ്യ്. അപ്പോൾ ഇത് കുറേ ദിവസം നമുക്ക് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന നെയ്യ്. ഞാനപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എപ്പോഴേലും ഇടാം കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് ചായയൊക്കെ വെക്കുന്നുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ കടലക്കറിയും അതുപോലെ പൂരിയാണ് ഉണ്ടാക്കാമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കടലയൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊരു കുക്കറിനകത്തിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അപ്പോഴേക്കും എൻ്റെ ചായയൊക്കെ തിളച്ചു. പിന്നെ ഞാൻ ചായയൊക്കെ ഗ്ലാസ്സിലേക്ക് പകർത്തി മാറ്റിയിട്ട് അത് വേറെ മാറ്റി വെച്ചു കേട്ടോ. കാരണം പുറത്ത് പോയിട്ട് ഞാൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് പുറത്തൊക്കെ പോയി ഒരു ഭാഗത്തിരുന്ന് ചായ കുടിച്ച് കഴിഞ്ഞാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും കുക്കറിനകത്ത് കറിക്കുള്ളതും കൂടെ അടുപ്പത്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല അതുപോലെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ടില്ല, മുളക് പൊടി, ഉപ്പ് ഇത്രയാണ് ഇട്ടത്. പിന്നെ ഞാൻ കുറച്ച് കായപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അത് അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുകയും. ഞാൻ വെള്ളക്കടലയാട്ടോ ഉണ്ടാക്കിയത്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് വോയിസ് കൊടുക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ. അവരെ കിടന്ന് ഉറങ്ങുമല്ലേ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ശബ്ദം പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവില്ലേ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ചായയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് പുറത്ത്. ഇപ്പോൾ പുറത്ത് കാണാൻ നല്ല രസമാട്ടോ. ഇപ്പോൾ നേരമൊക്കെ വെളുത്ത് തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും നല്ല രസമാണ് കാണാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ആ ഒരു ഇരുട്ടും വെളിച്ചവും കൂടെ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുമാത്രമല്ല ഇവിടെ രാവിലെ എണീറ്റ് വന്ന് നിൽക്കുമ്പോഴില്ലേ നല്ല കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാൻ പറ്റിയ നല്ല രസമായിരിക്കും. എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിലുള്ള വോയിസ് ഒന്നും ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഇട്ട വോയിസ് അല്ല കേട്ടോ. ഇതൊക്കെ നാച്ചുറലായിട്ട് പ്രകൃതി എന്നുള്ള വോയിസ് തന്നെയാണ്. കിളികളുടെ വോയിസൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒത്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ജീലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു തടാകമുണ്ട്. അപ്പോൾ അവിടെ ഒത്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും ഇങ്ങനെ മരങ്ങളൊക്കെ കൊണ്ട് കാട് പോലെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ക്യാമ്പിൻ്റെ സൈഡ് മൊത്തം ഒരു കാട് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇഷ്ടം പോലെ കിളികളും മൃഗങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ തൊട്ടടുത്ത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ക്വാർട്ടേഴ്സൊക്കെ. പിന്നെ ഞാൻ രാവിലെ തന്നെ വന്ന് കുറേ ചായ കുടി കഴിഞ്ഞ് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്.
എനിക്കിങ്ങനെ രാവിലെ വന്ന് ഇവിടെ വന്ന് വീഡിയോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വീടിനകത്ത് വീഡിയോസ് എടുക്കുന്നതിനേക്കാളും ഇതുപോലെ പുറത്ത് വന്ന് നിന്ന് വീഡിയോസ് എടുക്കാനാണ് ഇഷ്ടം. നമ്മുടെ വീടിന് ഒരുപാട് എന്ന് വെച്ചാൽ വീടിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്പേസ് ഒന്നും ഇല്ലാതെ ഒരുമാതിരി ഇരുണ്ട വീട് പോലെയാണ്. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒട്ടും വെളിച്ചമൊന്നും തോന്നില്ല. പക്ഷേ പുറത്ത് വരുമ്പം നല്ല വെളിച്ചമാണ്, നല്ല ഒരു വെട്ടം തോന്നും. അതുകൊണ്ട് എനിക്ക് വീഡിയോസൊക്കെ പുറത്ത് വന്നെടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്വാർട്ടേഴ്സൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ചെടികളൊക്കെ ഞാൻ ഒരു സൈഡിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ട്. ഇപ്പം വെയിലൊക്കെ വന്ന ആ ഒരു തണുപ്പൊക്കെ പോയപ്പം ചെടിക്കൊക്കെ ഒരു ഉഷാറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നല്ല വെയിലാവുന്ന സമയത്തൊക്കെ വാടിപ്പോവാതിരുന്നാൽ മതിയായിരുന്നു. പിന്നെ ഇതാ കറിക്ക് വേണ്ടിയുള്ള തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ പൊതിക്കാൻ വേണ്ടി വന്നതാണേ. അപ്പോൾ തേങ്ങയൊക്കെ ഇങ്ങനെ പൊതിച്ചിട്ട് വേണം കേട്ടോ ഇവിടെ യൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതിച്ച തേങ്ങ ഇവിടെ കിട്ടില്ല. ഇതുപോലെ പൊതിച്ചിട്ട് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വന്നിരുന്ന് പൊതിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം കേട്ടോ ഇങ്ങനെ തേങ്ങയൊക്കെ പൊതിക്കാൻ പഠിച്ചത്. അപ്പോൾ ഓരോ നാട്ടിലും പോകുമ്പോൾ ഓരോ അനുഭവങ്ങളാണേ. ഇപ്പോൾ എനിക്ക് തേങ്ങ പൊതിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കഷ്ടമുള്ള കാര്യമൊന്നുമല്ല, സിമ്പിളാണ്. 5 മിനിറ്റ് കൊണ്ട് തേങ്ങ പൊതിച്ച് കഴിയും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം വന്നിരുന്നു കേട്ടോ, റെസ്റ്റ് എടുക്കുന്ന പോലെ. ഇന്ന് പച്ചക്കറിയൊന്നും അറിയാനില്ല, അതുകൊണ്ടാട്ടോ ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുന്നത്. അല്ലേ പിന്നെ ഞാൻ പോയി വല്ല പച്ചക്കറി അരിയുമായിരുന്നു. ഇന്ന് കടലയൊക്കെ ആയത് കാരണം വലിയ ടെൻഷൻ ഇല്ലാണ്ട് ഉണ്ടാതിരിക്കുന്നതാണ്. അപ്പോൾ ഈ തേങ്ങയൊക്കെ ഒന്ന് ചിരവണം. നമ്മുടെ നാട്ടിലൊക്കെ തേങ്ങയില്ലാതെ ഒരു കറി പോലും എന്നുവെച്ചാൽ ഒരു ദിവസം പോലും പോവില്ല. ഇവിടേക്ക് കറിക്ക് തേങ്ങയൊന്നും ആവശ്യമില്ല കേട്ടോ. ഇവരിങ്ങനെ വെറുതെ ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും എന്തേലും ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ ഇവരുടെ കറിയായേ. അപ്പോൾ ഇവരുടെ കറിക്കും പ്രത്യേക ടേസ്റ്റ് ആട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുകയൊന്നുമില്ല, അങ്ങനത്തെ ഒരു ടേസ്റ്റൊക്കെയാണ്. നമ്മളിവിടെ എന്തൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാലും ഒരു കറി ഉണ്ടാക്കുന്നത്, തേങ്ങ അരയ്ക്കണം, അതും കടുക് വറക്കണം, പിന്നെ വറുത്തരയ്ക്കണം, എന്തൊക്കെ പരിപാടിയല്ലേ. നമ്മുടെ നാട്ടിൽ കറി വയ്ക്കണമെങ്കിൽ ഇവിടെ അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ല കേട്ടോ. എന്തെങ്കിലും ഒരു പച്ചക്കറി എടുക്കുക, അരിയുക, എന്നിട്ട് അത് കുക്കറിനകത്തിട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കറിയായി. വേണമെങ്കിൽ ഒന്ന് കടുക് താളിച്ചാൽ മാത്രം മതി. സിമ്പിളല്ലേ. ഞാൻ എപ്പോഴും ആലോചിക്കുക ഇവിടെ രീതിയിൽ ഫോളോ ചെയ്യുന്നതാണ് നല്ലത് എന്ന് വെച്ചാൽ ഇവിടുത്തെ നോർത്ത് ഇന്ത്യക്കാരുടെ സ്റ്റൈലിൽ ഫുഡ് ഉണ്ടാക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. പിന്നെ ഞാൻ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ വതക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്യണം. എന്ന് വെച്ചാൽ നല്ല കളർ ചേഞ്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവേ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കറിക്കുള്ളത് എന്ന് വെച്ചാൽ ആ തേങ്ങ ആറാൻ വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് അടിക്കാനും തുടയ്ക്കാനും ഒക്കെ പോയി കേട്ടോ. അതായത് ഒരു പണി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കാതെ പെട്ടെന്ന് അത് ബാക്കിയുള്ളതും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീരുന്നതായിട്ട് തോന്നുവേ. ഇപ്പം എനിക്ക് അധികം സമയമൊന്നും ആയിട്ടില്ല. കറിയായി ഞാൻ അതിൻ്റെ കൂടെ തന്നെ അടിച്ചുവാരലും തുടയ്ക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 7 മണിയാകുമ്പോഴേക്കും ഈ പണിയെല്ലാം ചെയ്ത് തീർത്തേ. ഇനി പൂരി മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പുറത്തൊക്കെ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് വന്ന് നോക്കിയ സമയത്ത് നേരത്തെ ഞാൻ കുറച്ച് മിച്ചർ അവിടെ നിലത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു അണ്ണാനും ഒരു കിളിയും വന്നിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. മയിലും വന്ന് കഴിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ എന്നെ കണ്ടപ്പോൾ അത് പോയി കേട്ടോ. അപ്പോൾ ഒരു അടി കൂടിയിട്ട് ഭക്ഷണം എന്ന് വെച്ചാൽ മിച്ചർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കറിവേപ്പില പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്, കടുക് വറുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങ അരച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കടുകും കൂടെ വറുത്ത് കഴിഞ്ഞാൽ എൻ്റെ കറി റെഡിയാവുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് കറിവേപ്പില പൊട്ടിക്കാൻ വന്നതാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആട്ടോ അതുപോലെ കറിവേപ്പിലയുടെ ചെടിയിൽ 2 ചെടിയുണ്ട്. നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടും, നല്ല മണമൊക്കെയാണ്. അപ്പോൾ ഞാൻ കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചേ. തേങ്ങയ്ക്ക് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അരച്ചെടുക്കണേ. വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചൊഴിച്ചിട്ട് ഒന്ന് കറിക്കകത്ത് ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കറി റെഡിയാവുകയെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കടുകും കൂടെ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി സെറ്റ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ നിങ്ങൾ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണേ. വറുത്തരച്ച കടലക്കറിയും അതുപോലെ ഇഡലീൻ്റെ കൂടെ ഈ കറി നല്ല മാച്ച് ആവട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡലീൻ്റെ കൂടെ വറുത്തരച്ച കടലക്കറിയും അതുപോലെ ഇഡലിയും കൂടെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അങ്ങനെ കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ സാമ്പാറും ഇഡലിയൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ. അതേപോലുള്ളൊരു നല്ലപോലെ കോംബോ ആണ്, നല്ലൊരു കോംബോ ആണ്, നല്ലപോലെ മാച്ചായി പോവേ. പിന്നെ ഞാൻ ഏട്ടന് എണീച്ചപ്പോൾ ഏട്ടന് ചായ കൊടുക്കാൻ വേണ്ടി പുറത്ത് പോയപ്പം പിള്ളേരൊക്കെ വന്ന് ഫ്രണ്ടിലിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ പിള്ളേരൊക്കെ വന്ന് കളിക്കാൻ തുടങ്ങി. സ്കൂളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഏട്ടന് ചായയൊക്കെ കൊടുത്ത് ഏട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഇനി എനിക്ക് പെട്ടെന്ന് പൂരി ഉണ്ടാക്കണം. ഏട്ടൻ പോകുമ്പോഴേക്കും ഏട്ടൻ 1/2 മണിക്കൂർ കൊണ്ട് ഏട്ടൻ ഓഫീസിൽ പോകും കേട്ടോ.
അപ്പോൾ ഞാൻ പെട്ടെന്ന് ഭക്ഷണമാക്കുവാണ്. മോൻ എണീക്കും ഇപ്പോൾ. അപ്പോൾ അവനും എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കൂടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഉച്ചഭക്ഷണമൊക്കെ ഞാൻ ബാക്കി പതുക്കെ ചെയ്യുള്ളൂ. അതൊക്കെ നമ്മൾ കുളിയും എല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് കാര്യമായിട്ട് ഇനി പണിയൊന്നും ഇല്ലല്ലോ, കാരണം കറി ആയി കഴിഞ്ഞാൽ പകുതി പണി കഴിഞ്ഞു. പിന്നെ ഇതാ മോൻ എണീറ്റിട്ടുണ്ടേ. നീ പാട്, ഞാൻ പാടില്ല. ഞാൻ പറയില്ല, നീ പറയേ. അയ്യോ ഒരു കഴിഞ്ഞ കണകൊന്ന് കണ്ടച്ചാമിയാ. അവിടെ സ്ലീപ്പിംഗ് ആയിക്കോ. പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ കുരങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ ക്വാർട്ടറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ കുരങ്ങനൊക്കെ വരാറുണ്ട്, എപ്പോഴും വരാറുണ്ട്. അപ്പോൾ അന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണേ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ കുരങ്ങനെ കാണാൻ. ഇത്രയും ദിവസം വന്ന കുരങ്ങന്മാരും ഇതും തമ്മിൽ ഇതൊരു മെലിഞ്ഞ് നല്ല സുന്ദരനായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് വായി നോക്കി നിന്നേ. ഈ നാട്ടിൽ നിന്ന് എല്ലാ മൃഗങ്ങളെയും എന്തായാലും കാണാൻ പറ്റുമെന്ന് എനിക്കറിയാം, കാരണം നമ്മുടെ തൊട്ടടുത്ത് എന്തായാലും കാടാണല്ലോ. അതുകൊണ്ട് എല്ലാ മൃഗങ്ങളെയും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ സമയം 10 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഞാൻ എൻ്റെ വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ നിർത്താൻ പോവുകയാണ്. കാരണം അത്യാവശ്യം ലോങ് ആയി വീഡിയോ. ഞാനിന്ന് മൊത്തം ഉള്ളൊരു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ വീഡിയോ അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഞാൻ അവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാൻ ശ്രമിക്കാം. അപ്പോൾ ബൈ.